പ്രധാനമന്ത്രിയുടെ കൈകൾക്കുള്ളിൽ ഇരിക്കുന്നത്. അവനെ കൊണ്ടൊരു രക്ഷയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ട് അവൻ എന്നെ ഒരു വില ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രിനെ കണ്ടു, പിന്നെയാണ് നീ. അയ്യോ, ഇത് ഭയങ്കര വലിയൊരു എന്താ പറയുക, ഒരു ഭാഗ്യമാണ് കേട്ടോ. അപ്പം എൻ്റെ ഫാമിലി, എൻ്റെ സെൻഡ് ഓഫ് ഫംഗ്ഷൻ, ഹോക്കിൻ്റെ ഒരു സെൻഡ് ഓഫ് ഫംഗ്ഷൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഫാമിലി ഡൽഹിയിൽ വരുന്നത്. അപ്പം ഡൽഹിയിൽ വന്നു, ഫംഗ്ഷനെ കഴിഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ശരത് കമൽ എന്ന് പറഞ്ഞ ടേബിൾ ടെന്നീസ് പ്ലെയർ എൻ്റെ അടുത്ത് ചോദിച്ചു, ശ്രീ നാളെ പ്രൈം മിനിസ്റ്ററിനെ കാണാൻ പോകുന്നില്ലേ, അപ്പം ഫാമിലിനെ കൊണ്ടുപോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഭായ് ഞാൻ പെർമിഷൻ എടുത്തിട്ടില്ല, അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, നീ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു എന്നും നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സായിയുടെ ടോപ്സിലെ ഒരു CEO ഉണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, സാർ ഇതുപോലെയാണ്, എൻ്റെ ഫാമിലി ഇവിടെയുണ്ട്, നമുക്ക് പ്രൈം മിനിസ്റ്ററിനെ കാണാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ശ്രീ ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു PMയുടെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൻ്റെ ഒരു ഇമെയിൽ ഇട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, ശ്രീ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊരു ഒരു മെയിൽ അയക്കുക, നമുക്കൊന്ന് ലക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു മെയിൽ അയച്ചു, പക്ഷേ ഇതുപോലെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പം അദ്ദേഹം ഒരു ഡെഡിക്കേറ്റഡ് ടൈം, ഒരു 4 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുക അടുത്ത ദിവസം, അതായത് ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന്റെ ദിവസം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാട്ടോ. അപ്പം ഒരു രാത്രി 11 മണിയപ്പോൾ എനിക്കൊരു കോള് വന്നു PMയുടെ ഓഫീസിൽ നിന്ന്. ശ്രീജേഷ് അല്ലേ? അതെ. ഇതുപോലത്തെ ഒരു മെയിൽ വന്നിട്ടുണ്ടോ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്. നാളെ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല, നിങ്ങൾ മറ്റന്നാൾ നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, മറ്റന്നാൾ ഞാൻ നാട്ടിൽ പോവുകയാണ്, അന്ന് അവിടെ എല്ലാ വെൽക്കം ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ശരി. ഫോൺ കട്ട് ചെയ്തു. ഓക്കെ ശരി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ഇനി എന്തെങ്കിലും കിട്ടത്തില്ല, PM ഇതാണല്ലോ, ബിസിയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് സായിന്നൊരു മെസ്സേജ് വന്നു, ഇല്ല ശ്രീ, PM പറഞ്ഞു കുഴപ്പമില്ല, ഫാമിലിനെ മീറ്റ് ചെയ്യാം, അപ്പം ഇൻട്രാക്ഷൻ, അതായത് പ്ലേയേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫോട്ടോയ്ക്കും ഇൻട്രാക്ഷന് വേണ്ടി ഒരു സമയം തരാം, അത് PM ആയിട്ട് സമ്മതിച്ചതാണ്, കുഴപ്പമില്ല, പെർമിഷൻ കിട്ടിയെന്ന് പറഞ്ഞു. സന്തോഷം. അങ്ങനെ ഞങ്ങൾ ചെല്ലുന്നു, PMനെ കാണുന്നു, ഞങ്ങൾ പ്ലേയേഴ്സിന്റെ ഇൻട്രാക്ഷൻ കഴിയുന്നു, ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു, ഇൻട്രാക്ഷൻ കഴിയുന്നു, അദ്ദേഹം നമ്മളോട് സംസാരിച്ചു, നമുക്ക് അഡ്വൈസ് തന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫാമിലിനെ മീറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം നിന്ന PM അല്ല ആ ഡോറ് കഴിഞ്ഞ് എൻ്റെ ഫാമിലിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന PM. എന്നെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. മോനെ കൂടെ ഞാൻ വിചാരിച്ചു വരുന്നു, ഞങ്ങളുടെ എല്ലാ പ്രോട്ടോകോൾ അങ്ങനെയാണ്, ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കും, അദ്ദേഹം വരും, സെൻട്രലിൽ നിൽക്കും, ഫോട്ടോ എടുക്കുന്നു, നമ്മൾ പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രാക്ഷൻ. ഇത് അദ്ദേഹം വന്ന് ആദ്യം മോനെ പിടിച്ചാണ് വർത്താനം പറഞ്ഞു തുടങ്ങിയത്. അവനോട് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, ഇവനാണെങ്കിൽ ഹിന്ദി അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അവനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. കുറച്ച് കാര്യങ്ങൾ അവന് SO ഒക്കെ അടിച്ചു, അത് ലക്കിലങ്ങ് അടിച്ചു പോയി. അത് കഴിഞ്ഞ് മോളുടെ അടുത്ത് സംസാരിക്കുന്നു, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നു, ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അവനെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്നു, അവനെ കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവൻ്റെ കൈയും പിടിച്ചിട്ടാണ് പിന്നെ പ്ലേയേഴ്സിന്റെ ലൗഞ്ചിലേക്ക് പോയത്. ഞങ്ങൾക്ക് അവിടെ ഒരു ഏരിയ ഉണ്ട് ടീ കോഫിക്ക് വേണ്ടി. അവിടെ പോയി അവനെ കൊണ്ടുവന്ന് അവൻ്റെ വായിലൊരു ചോക്ലേറ്റ് വെച്ച് കൊടുത്തു, അവിടുത്തെ ഒരു കേക്ക്. അപ്പം ഞാൻ ആലോചിക്കുക, കാരണം എൻ്റെ അച്ഛൻ എങ്ങനെയാണോ എൻ്റെ മോനെ താലോലിക്കുന്നത്, അതുപോലെ തന്നെയാണ് അദ്ദേഹവും എൻ്റെ മോനുമായിട്ട് എന്താ പറയുന്നത് ഇന്ററാക്ട് ചെയ്തത്. അപ്പം ഇതൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയൊരു സംഭവം. അത് എനിക്ക് എൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കും ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും അത്. ഈ ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചതെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില ദിവസങ്ങളുണ്ട്. കാരണം കിഴക്കമ്പലം എന്നൊരു സ്ഥലത്ത് കൃഷിക്കാരനായ അച്ഛൻ, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയായ എൻ്റെ അമ്മ, അല്ലെങ്കിൽ രാജക്കാട് ജനിച്ച എൻ്റെ വൈഫ്, എൻ്റെ ചേട്ടൻ, എൻ്റെ 2 മക്കൾ, ഇവരാരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവോ PM വന്ന് അവരെ കൂടെ നിന്ന് സംസാരിക്കും, ഫോട്ടോ എടുക്കുമെന്ന്? ഒരിക്കലും ഇല്ല. അപ്പം പിന്നെ അത് മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ്. ഒരു പക്ഷേ അദ്ദേഹം ഒരു നല്ലൊരു ലീഡറാണ് എന്നുള്ളൊരു ക്വാളിറ്റി ആയിരിക്കാം. പ്ലേയേഴ്സിനെ കണ്ടു, അവരുടെ പേരൻസിനെയും അവരുടെ ഫാമിലിയെയും കാണുക, അവരോട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത്, അത് വളരെയധികം അഭിമാനം തോന്നിയിരുന്ന വിഷയമാണത്. കാരണം ഒരു മകനെന്ന നിലയിലും ഒരു അനിയനെന്ന നിലയിലും അല്ലെങ്കിൽ പേരൻ്റ് എന്ന ഒരു ഫാദർ എന്ന രീതിയിലും ഭർത്താവ് എന്ന രീതിയിലും എനിക്ക് അഭിമാനം തോന്നിയ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷമാണത്.